വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 8ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 7ാമത്തെ ചാപ്റ്റർ കുഞ്ഞുങ്ങളെ സമഭാജികൾ അല്ലെങ്കിൽ ബൈസെക്ടർ. അതിൻ്റെ 1ഉം 2ഉം പാർട്ട് നമ്മൾ ഇട്ടതാണ്. ഇത് 3ാമത്തെ പാർട്ടാണ്. 1ഉം 2ഉം നല്ലതുപോലെ മനസ്സിലാക്കണേ കേട്ടോ. 1ാമത്തെ ഭാഗം കണ്ട് നല്ലതുപോലെ മനസ്സിലായതിന് ശേഷമേ 2ാമത്തെ ഭാഗം കണ്ടോ കേട്ടോ. ബാക്കിയായിട്ട് പഠിക്കണം കേട്ടോ. 2 മാത്രം ആദ്യം കയറി 2 കാണല്ലേ കുഞ്ഞുങ്ങളെ കേട്ടോ. 1 കണ്ട് മനസ്സിലായതിന് ശേഷമേ 2 കാണാവൂ കേട്ടോ. ഇത് 3ാമത്തതാണ്. ഈ 3ാമത്തതിൽ നമ്മൾ പഠിക്കുന്നത് റോംബസ് എന്ന് പറയുന്നൊരു സാധനം കേട്ടോ. സമഭുജ സാമാന്തരികങ്ങൾ എന്നാണ് അതിൻ്റെ മലയാളം. എന്താ നിങ്ങളെ റോംബസ് കേട്ടോ. റോംബസ് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. സമഭുജ സാമാന്തരികങ്ങൾ. നമ്മൾ ഈ സാമാന്തരികം എന്തുവാന്ന് നമ്മൾ കഴിഞ്ഞ ഇതിൽ പഠിച്ചല്ലേ. സാമാന്തരികം എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ, പാരലോഗ്രാം എന്ന് കേട്ടിട്ടില്ലേ, നമ്മൾ പഠിച്ചതല്ലേ. എന്താ അത് ഞാൻ റഫായിട്ടൊന്ന് പറയാം കുഞ്ഞുങ്ങളെ. പാരലേലോഗ്രാം എന്നാണ് കറക്റ്റ് കേട്ടോ. പാരലോഗ്രാം എന്ന് പറയുന്നതിൽ എൻ്റെ സ്പെല്ലിങ് നോക്കിയേ. പാരലോഗ്രാം എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ, സാമാന്തരികം. റഫായിട്ട് ഞാൻ ഒന്ന് പറഞ്ഞതായിട്ടോ, കാരണം നമ്മൾ മറ്റേത് പഠിക്കുമ്പോൾ ഇതെന്തുവാന്നേ, സാമാന്തരികത്തിൻ്റെ പ്രത്യേകത എന്താ കുഞ്ഞുങ്ങളെ. പാരലോഗ്രാമിൻ്റെ പ്രത്യേകത എന്താ, നമ്മുടെ റെക്റ്റാങ്കിൾ ഉണ്ടല്ലോ. റെക്റ്റാങ്കിൾ എന്ന് വെച്ചാൽ എന്താണ്, റെക്റ്റാങ്കിൾ അല്ലേ, ചതുരം അല്ലേ. ഇതാണ് ചതുരം. ഈ ചതുരത്തിൻ്റെ പ്രത്യേകത, ഇത് ചതുരമാണ് അല്ലേ. ഈ ചതുരത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡുകളൊക്കെ നോക്കിയേ 90 ഡിഗ്രി ആയിരിക്കും അല്ലേ. നോക്കിക്കേ കണ്ടോ, ഇതിൻ്റെ സൈഡുകളെല്ലാം കറക്റ്റായിട്ട് 90 ഡിഗ്രി ആയിരിക്കും. അതാണ് നമ്മുടെ ചതുരത്തിൻ്റെ പ്രത്യേകത. എന്നാൽ പാരലോഗ്രാം എന്ന് വെച്ചാൽ, സാമാന്തരികം എന്ന് വെച്ചാൽ ഈ ചരുവത്തിനെ ഈ ചരുവമല്ല ചതുരത്തിനെ എന്താ ചരിച്ച് വരയ്ക്കുക കേട്ടോ. ഒരു ഇച്ചിരി ചരിവുണ്ട്. അതാണ് ഇവർ തങ്ങളുള്ളൊരു വ്യത്യാസം. ഇത് സ്ട്രെയിറ്റ് ആയിട്ട് 90 ഡിഗ്രിയിലാണ് ഇതിൻ്റെ സൈഡ്. പക്ഷേ ഇതെന്താണ്, ചെറിയ ചരിവോടുകൂടിയാണ് നമ്മുടെ പാരലോഗ്രാം നിൽക്കുന്നത് കേട്ടോ. ഇത് നേരെയാണ്. നിങ്ങളെ ഇതൊന്നും അറിയാൻ വേണ്ടി ചുമ്മാതെ ഞാൻ ബേസ് ഒന്ന് പറയുന്നതേ ഉള്ളൂ. എന്താ വെച്ചാൽ ഇതിൻ്റെ ഇപ്പം ഇവിടെ 5 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും, 5 തന്നെയായിരിക്കും കേട്ടോ. ഇവിടെ 3 ആണെങ്കിൽ ഇവിടെയും 3 തന്നെയായിരിക്കും കേട്ടോ. ഇതിനെന്താ, ഇതൊരു ചെറിയ ചരിവോടുകൂടിയാണ് ഇത് നിൽക്കുന്നത് കേട്ടോ. ഓപ്പോസിറ്റ് സൈഡ് എപ്പോഴും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. പിന്നെ എന്തായിരിക്കും, അതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ 5 പാരലായിരിക്കും കേട്ടോ. പാരൽ എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ, ഇവർ തങ്ങളിൽ ഒരു കാരണവശാലും കൂട്ടിമുട്ടത്തില്ല. ഈ വരയും ഒരു കാരണവശാലും കൂട്ടിമുട്ടത്തില്ല. നമ്മൾ കഴിഞ്ഞ 7ാം ക്ലാസ്സിലെ 1ാമത്തെ പാഠം ഓർമ്മയുണ്ടോ, പാരലോഗ്രാം ഓർമ്മയുണ്ടോ കുഞ്ഞുങ്ങളെ. ഇവർ തങ്ങളിൽ റെയിൽവേ ട്രാക്കൊക്കെ പഠിച്ച് ഓർമ്മയുണ്ടോ. അതിൻ്റെ എന്ന് വെച്ചാൽ റെയിൽവേ ട്രാക്കിൻ്റെ എന്ന് വെച്ചാൽ അവർ തങ്ങളിൽ എന്താ, ഈ 2 ലൈൻ തങ്ങളിൽ ഒരു കാരണവശാലും കൂട്ടിമുട്ടത്തില്ല കേട്ടോ. അതാണ് പാരലൽ ലൈൻ എന്ന് വെച്ചാൽ കേട്ടോ. പാരൽ ഇത് നോക്കിയാൽ ഇതും അതുപോലെ ഈ വശവും കൂടെ തങ്ങളിലും കൂട്ടിമുട്ടത്തില്ല. ഓപ്പോസിറ്റ് സൈഡുകൾ എപ്പോഴും പാരലായിരിക്കും കേട്ടോ. ഇതും അതുപോലെ എന്താ നോക്കിയ ചതുരത്തിൻ്റെ അതുപോലെ ഈ വശവും തങ്ങളിൽ ഒരു കാരണവശാലും ഇവർ കൂട്ടിമുട്ടുന്നില്ല. അതുപോലെ തന്നെ ഈ വശവും എന്താണ്, അവരൊരു കാരണവശാലും കൂട്ടിമുട്ടത്തില്ല കേട്ടോ. ഒന്ന് ഓർത്ത് വെച്ചേക്കണേ. ഇതിൻ്റെ പേരെന്താ, സാമാന്തരികം അല്ലെങ്കിൽ പാരലോഗ്രാം എന്നാണ്. ഇനി നമ്മൾ പഠിക്കുന്നത് എന്താണ്, സമഭുജ സാമാന്തരികം. സമഭുജം എന്ന് കേൾക്കുമ്പോഴേ എന്താ കുഞ്ഞുങ്ങളെ, സമമെന്ന് കേട്ടാൽ അറിയാം എന്താ, എല്ലാ വശവും ഒരുപോലെ. അതായത് നമ്മൾ സ്ക്വയർ ഇല്ലേ കുഞ്ഞുങ്ങളെ, സ്ക്വയർ സമചതുരം എന്നല്ലേ അതിന് പറയുന്നത്. സ്ക്വയറിന് എന്താ ഞാനൊരു ക്ലൂ പറഞ്ഞതാണ് കേട്ടോ. അപ്പം നമ്മുടെ ഈ റെക്റ്റാങ്കിളിനെ ഞാൻ പറയുന്നത് എന്തുകൊണ്ടോ, റെക്റ്റാങ്കിളിനെ അല്ലേ, ചതുരത്തിനെ ഒരു ഇച്ചിരി ചരിച്ച്, ഈ ക്ലൂ അങ്ങ് ഓർത്താൽ മതി. ചരിവ് ഉണ്ടോ, ചരിച്ച്. ഇതൊക്കെ ഞാൻ ചുമ്മാതെ റഫായിട്ടൊന്ന് അറിയാൻ വേണ്ടിയാണ് കേട്ടോ. ചരിവുണ്ടെങ്കിൽ അത് പാരലോഗ്രാം ആണ് കേട്ടോ. ക്വാഡ്രിലേറ്റർ എന്ന് വെച്ചാൽ 4 വശങ്ങളുള്ള എല്ലാത്തിനെയും പറയുന്നത് ക്വാഡ്രിലേറ്റർ എന്നാണ് കേട്ടോ. 4 വശം, ഈ 4 വശങ്ങളുള്ള എന്തൊക്കെയുണ്ടോ നിങ്ങൾക്ക് അറിയാമോ? 4 വശങ്ങളുള്ള എന്തൊക്കെയുണ്ടെന്ന് പറയാൻ പറ്റുന്നുണ്ടോ? ഞാൻ അതൊന്ന് പറഞ്ഞിട്ട് പറയാം കേട്ടോ. 4 വശങ്ങളുള്ളതിൻ്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ പറയാം ക്വാഡ്രിലേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ക്വാഡ്രിലേറ്ററൽ അതായത് ചതുരങ്ങൾ എന്നാണ് കറക്റ്റ്. ഏതൊക്കെ ചതുരങ്ങളുണ്ട്, ചതുരം എന്ന് നമ്മൾ പറയുന്നതിൽ 4 വശങ്ങളുള്ളതിനെയാണ് നമ്മൾ ക്വാഡ്രിലേറ്റർ എന്ന് പറയുന്നത് അല്ലേ. ഏതൊക്കെയാണ്, സ്ക്വയർ അല്ലേ, സ്ക്വയർ എന്ന് പറയുന്നതിന് 4 വശങ്ങളാണ്. പിന്നെ റെക്റ്റാങ്കിളിനും 4 വശങ്ങളാണ്. പിന്നെ ഏതാ കുഞ്ഞുങ്ങളെ, പാരലോഗ്രാം. ഇപ്പം നമ്മൾ പറഞ്ഞാൽ ഈ പാരലോഗ്രാമിന് പാരലോഗ്രാമിന് 4 വശങ്ങളാണ്. പിന്നെ എന്തോത്തിനൊക്കെ ആയിരുന്നു, റോംബസ്. ഇപ്പം നമ്മൾ പഠിക്കുന്ന റോംബസ് ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ്. റോംബസ് എന്ന് ബി അല്ലേ, റോംബസിന് 4 വശങ്ങളാണ്. പിന്നെ ട്രപ്പീഷ്യം എന്ന് പറയും കേട്ടോ, ട്രപ്പീസിയം
ഷിയം എന്ന് പറഞ്ഞാലും ശരി ഇസഡ് ആട്ടോ ട്രപ്പീസിയത്തിന്. പിന്നെ കൈറ്റ് ഉണ്ടോ നിങ്ങളെ, കൈറ്റ്, ഇതിൻ്റെയൊക്കെ പടം വരച്ചിട്ട് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഈ ക്വാഡ്രിലേറ്ററിൽ റോംബസിനെ കുറിച്ചാണ് ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്. പാരലോഗ്രാം ഇപ്പം ഞാൻ പറഞ്ഞായിരുന്നല്ലോ. റെക്റ്റാങ്കിൾ നമുക്കറിയാമല്ലോ കേട്ടോ. റെക്റ്റാങ്കിൾ എന്ന് വെച്ചാൽ എന്താണ്, ഓപ്പോസിറ്റ് സൈഡ് എപ്പോഴും ഒരുപോലെയാണ്. കോർണർ എപ്പോഴും എത്രയായിരിക്കും, 90 ആയിരിക്കും. ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം, നമ്മൾ കുഞ്ഞിലെ വല്ല പഠിക്കുന്നത്. ഈ പാരലോഗ്രാമിൻ്റെ പ്രത്യേകത ഈ റെക്റ്റാങ്കിൾ ചരിഞ്ഞിരിക്കുക കേട്ടോ, ചരിഞ്ഞിരിക്കുന്നതാണ്. മനസ്സിലാക്കണേ. ഓപ്പോസിറ്റ് സൈഡ് തുല്യമായിരിക്കും. ഇവയുടെ ഓപ്പോസിറ്റ് സൈഡ് എപ്പോഴും പാരലായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പം സ്ക്വയർ നമുക്കറിയാം എന്താ, 4 വശവും ഒരുപോലെ ഇരിക്കുന്നതിനെയാണ് സ്ക്വയർ എന്ന് പറയുന്നത്. ഇപ്പം ഇവിടെ 3 ആണെങ്കിൽ ഇവിടെയും 3, ഇവിടെയും 3, ഇവിടെയും 3, അതിനാണ് സ്ക്വയർ എന്ന് പറയുന്നത്. ഈ സ്ക്വയറിനെ ഉണ്ടല്ലോ നിങ്ങളെ ഒന്ന് ചരിച്ചപ്പോൾ, നമ്മൾ റെക്റ്റാങ്കിളിനെ ചരിച്ചപ്പോൾ പാരലോഗ്രാം എന്ന് നമ്മൾ ഉദ്ദേശിച്ചില്ലേ എന്ന് പറയുന്ന പോലെയാണ് എന്താ നമ്മുടെ സ്ക്വയർ. സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ്, ഇവിടെ 4 ആണെങ്കിൽ ഇവിടെയും 4, ഇവിടെയും 4, ഇവിടെയും 4. കറക്റ്റ് ഇങ്ങനൊന്നും അല്ല, ഇതിനെക്കുറിച്ചൊക്കെ എന്താ വലിയ രീതിയിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഞാൻ വെറുതെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. നമ്മുടെ ഈ സ്ക്വയറിനെ ഒന്ന് ചരിച്ച് വെച്ചേ, ഒന്ന് ചരിച്ച് വെക്കുമ്പോൾ അതേതാ റോംബസ് ആണ്. എന്ന് വെച്ചാൽ എന്താണെന്നറിയോ, അതിൻ്റെ സൈഡുകളെല്ലാം ഒരേ അളവായിരിക്കും കേട്ടോ. അതിനെക്കുറിച്ചാണ് നമ്മൾ മേലിൽ ഞാൻ എന്തായാലും പരീക്ഷയ്ക്ക് റോംബസ് എന്നാൽ എന്ത് എന്ന് നിങ്ങളോട് ഒരിക്കലും ചോദിക്കത്തില്ല നിങ്ങൾ കേട്ടോ. പക്ഷെ അത് നമുക്കറിയണം അതെന്താണെന്ന്. എന്താ, 4 വശങ്ങളും തുല്യമായ സാമാന്തരികം. സാമാന്തരികം എന്ന് വെച്ചാൽ എന്താ, അതൊക്കെയാണ് നമ്മളിപ്പോൾ പഠിച്ചല്ലേ, പാരലോഗ്രാം, സാമാന്തരികം കേട്ടോ. പാരലോഗ്രാം 4 വശവും ഇത് പാരലോഗ്രാമിനെ കുറിച്ചൊക്കെ ഇപ്പോൾ പഠിച്ചല്ലോ, സാമാന്തരികം. അപ്പം 4 വശങ്ങളും തുല്യമായ സാമാന്തരികമാണ് സമഭുജ സാമാന്തരികം എന്ന് പറയുന്നത്. പരീക്ഷയ്ക്ക് എന്നാൽ എന്തെന്ന് ചോദിക്കത്തില്ല, പക്ഷെ നമുക്കറിയണം ഈ സമഭുജ സാമാന്തരികങ്ങളുടെ എതിർവശങ്ങൾ എപ്പോഴും എന്തായിരിക്കും കുഞ്ഞുങ്ങളെ, സമഭുജ സാമാന്തരികത്തിന് നമ്മളിപ്പോൾ പറഞ്ഞായിരുന്നു അല്ലേ, എന്താ 4 വശങ്ങളും എന്തായിരിക്കും, തുല്യമായിരിക്കും കേട്ടോ. ഇവിടെ ഇപ്പം 6 ആണെങ്കിൽ ഇവിടെ 6 ആയിരിക്കും, ഇവിടെ 6 ആയിരിക്കും, ഇവിടെ 6 ആയിരിക്കും കേട്ടോ. സമഭുജ സാമാന്തരികത്തിൻ്റെ എന്ന് വെച്ചാൽ റോംബസിൻ്റെ ഒന്ന് അറിയണേ നിങ്ങളെ. പരീക്ഷയ്ക്ക് ഇത് എന്താ എന്നാൽ എന്തെന്ന് ചോദിക്കത്തില്ല, പക്ഷെ നമുക്കൊരു കണക്ക് ചോദിക്കുമ്പോൾ എന്താണെന്ന് അറിയണ്ടേ. സമഭുജ സാമാന്തരികം എന്ന് വെച്ചാൽ റോംബസാണ് ഇംഗ്ലീഷ് മീഡിയക്കാർക്ക്. ഇതിൻ്റെ എതിർവശം എന്ന് വെച്ചാൽ ഇതിൻ്റെ എതിരെ ഓപ്പോസിറ്റ് സൈഡ്, ഇതിൻ്റെ ഓപ്പോസിറ്റ് എതിർവശം ഇത്, ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇത് കേട്ടോ. ഇതെപ്പോഴും എന്താവും നിങ്ങളെ തുല്യമായിരിക്കും. ഇവിടെ 6 ആണെങ്കിൽ ഇവിടെ 6 കേട്ടോ. പിന്നോ ഇത് സമാന്തരങ്ങളും പിന്നെ സമാന്തരങ്ങളും എതിർകോണുകൾ തുല്യങ്ങളുമാണ്. അതുപോലെ തന്നെ വികർണങ്ങൾ. എന്ത് ഈ വികർണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡയഗണൽ എന്ന് വെച്ചാൽ എന്താവും ഞങ്ങളെ, ഡയഗണൽ എന്ന് വെച്ചാൽ എന്താണെന്നറിയോ, നമ്മൾ ഒരു കോർണറിൽ നിന്നും അതിൻ്റെ ഓപ്പോസിറ്റ് കോർണറിലോട്ട് പോകുന്നത് കേട്ടോ. അങ്ങനെയൊക്കെ അങ്ങ് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. നമ്മൾ ഫസ്റ്റിൽ നിങ്ങൾ ഈ ഡയഗണലോ അതെന്തുവാ, സമാന്തരങ്ങൾ അല്ലേ, വികർണങ്ങൾ, ഇങ്ങനെയൊക്കെ കേട്ടാൽ എന്തുവന്ന് ഓരോന്നും പഠിച്ചു വെച്ചേക്കണേ. വികർണങ്ങൾ, വികർണം എന്ന് വെച്ചാൽ ഡയഗണൽ. നോക്കി, ഇവിടെ നിന്നും ഇങ്ങനെ ഇങ്ങോട്ടാണ് ഈ വരയ്ക്ക് പറയുന്ന പേരാണ്. ഇത് കറക്റ്റായിട്ട് നേരെ വരയ്ക്കണം. ഇതിന് പറയുന്ന പേരാണ് വികർണങ്ങൾ അല്ലെങ്കിൽ ഡയഗണൽ എന്ന് പറയുന്നത് കേട്ടോ. മനസ്സിലായോ? ഇപ്പം ഞാൻ ഇതിനൊരു പേര് കൊടുക്കുക എൻ്റെ കുഞ്ഞുങ്ങളെ. നോക്കി, എ ബി സി ഡി എന്ന് ഞാൻ ഈ 4 കോർണറിനും ഓരോ പേര് കൊടുത്തു. മനസ്സിലാക്കണേ, 4 കോർണറിനും ഞാൻ ഓരോ പേര് കൊടുത്തു കേട്ടോ. അപ്പോൾ എ ബി സി ഡി എന്ന് പറയുന്ന ഒരു റോംബസാണ് ഞാനിവിടെ വരച്ച് വെച്ചിരിക്കുന്നത്, അല്ലെ ഒരു ക്വാഡ്രിലേറ്റർ. ക്വാഡ്രിലേറ്റർ എന്ന് കേൾക്കുമ്പോഴേ നിങ്ങൾ ഓർത്തോണം 4 വശമുള്ളതിനെയാണ് ക്വാഡ്രിലേറ്റർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ വരച്ചതിൽ ഞാൻ എന്താ, ഈ എ ബി സി ഡിയിലെ എ സി ഒരു ഡയഗണൽ അല്ലെങ്കിൽ വികർണമാണ്. അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ തിരിച്ചും വരയ്ക്കരുതോ നിങ്ങൾ, നോക്കിക്കേ, ഇങ്ങോട്ടും വരയ്ക്കരുതോ കണ്ടോ. ബി ഡി, കോണോട് കോണുന്നുണ്ട്, ബി ഡി കണ്ടോ. മനസ്സിലായോ? ഓരോന്ന് മനസ്സിലാക്കണേ കണ്ടോ. അതായത് ഏത് സമഭുജ സാമാന്തരികത്തിലും, അതായത് ഒരു റോംബസിൽ അതിൻ്റെ വികർണങ്ങൾ, എന്ത് ഈ വികർണങ്ങൾ എന്ന് വെച്ചാൽ ഡയഗണലുകൾ, ഒരു റോംബസിൻ്റെ ഡയഗണലുകൾ പരസ്പരം അവർ തങ്ങളിൽ എങ്ങനെ ആയിരിക്കും, ലംബ സമഭാജി. ഓർമ്മയുണ്ടോ? പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നട ഈ ഒരു വരയ്ക്ക് കണ്ടോ നേരെ നടുക്കൂടാണ്ട്, ഇതാണ് എന്താ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഉണ്ട്. പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിക്കേ, ഇവിടെ എ ബി സി ഡി എന്ന് പറയുന്ന ഒരു റോംബസ് ആണ് നമ്മളിവിടെ വരച്ച് വെച്ചേക്കുന്നത് അല്ലേ. അതിൽ എ സി ഒരു ഡയഗണൽ അല്ലെങ്കിൽ വികർണമാണ്. അതുപോലെ തന്നെ ഡി ബി അല്ലെങ്കിൽ ബി ഡി ഒരു ഡയഗണലാണ്. ഇനി നമുക്ക് പറയാം എന്താണെന്നറിയോ, ഈ എ സി എന്ന് പറയുന്ന ഒരു ലൈൻ അല്ലേ, ഇതിന് എന്താണ് ബൈസെക്റ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ, അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ബൈസെക്റ്റ് ചെയ്തിരിക്കുകയാണ് ആരാണ്, ഡി ബി എന്ന് പറയുന്ന വര. എ സിക്ക്
നോക്കിയേ എ സി, അതായത് ഇങ്ങനൊരു വരയെ എന്ത് ചെയ്യുക നോക്കി ഇങ്ങനെ ആക്കി വെച്ചേക്കുക. ഇതിനെ ആ നമ്മൾ പഠിച്ചില്ലേ ഫസ്റ്റിൽ, പെർപെൻഡിക്കുലർ ബൈസെക്റ്റ് അല്ലേ, പരസ്പരം ലംബ സമഭാജിയാണ്. ആർക്കാണ്? എ സി എന്ന് പറയുന്ന ഈ വരയ്ക്ക് ആരാണ്? ഡി ബി എന്ന് പറയുന്ന ലൈൻ. അതേപോലെ നമുക്ക് തിരിച്ചും പറയരുതോ കുഞ്ഞുങ്ങളെ, ഡി ബി എന്ന് പറയുന്ന ആ ഒരു എന്താ, നമുക്ക് കണക്ക് ചെയ്യുമ്പോൾ ഒന്നുകൂടെ മനസ്സിലാവും. ഡി ബി എന്ന് പറയുന്ന ഈ ഒരു ലൈൻ കണ്ടോ, അതിനെ എന്ത് എന്നാ, അതിനെ സി എ സി, സി എ എന്ന് പറയില്ല. കാരണം എന്നറിയോ, നിങ്ങൾ ഇംഗ്ലീഷ് അക്ഷരം പഠിക്കുമ്പോൾ എ ബി സി ഡി ഇ എഫ് എന്നല്ലേ പഠിക്കുന്നത്, അപ്പോൾ എ അല്ലേ ഫസ്റ്റ് വരുന്നത്, അപ്പോൾ അങ്ങനെ പറയുന്നത് കുറച്ചുകൂടെ നല്ല കേട്ടോ. എ സി ഓക്കെ. ബി ഡി എന്ന് പറയുന്ന ലൈനിലെ എ സി എന്ന് പറയുന്ന ലൈൻ എന്താ നിങ്ങളെ അവിടെ ബൈസെക്റ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. കേട്ടോ, ഓർത്ത് വെച്ചേക്കണേ. ഒരു ചതുർഭുജത്തിൻ്റെ, ചതുർഭുജം എന്ന് വെച്ചാൽ എന്താണ്? ഒരു ക്വാഡ്രിലേറ്റർ അല്ലേ. ഒരു ക്വാഡ്രിലേറ്ററിൻ്റെ വികർണം എന്ന് വെച്ചാൽ ഈ ഡയഗണലാണ്, ഇതാണ് ഡയഗണൽ കണ്ടോ. പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് ഈച്ച് അതർ. ഒരു ചതുർഭുജത്തിൻ്റെ വികരണങ്ങൾ പരസ്പരം ലംബ സമഭാജികളാണെങ്കിൽ ആ ചതുർഭുജം ഒരു റോംബസ് ആണ് അല്ലെ, സമഭുജ സാമാന്തരികമാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ കണക്കിലോട്ട് കയറാം. ഒന്നാമത്തെ എക്സർസൈസ് നോക്കാം. നോക്കിക്കേ, പേജ് എത്ര കുഞ്ഞിലെ എക്സസൈസ് ആണ്. വികരണങ്ങളുടെ നീളം ചുവടെ പറഞ്ഞിരിക്കുന്നതായ സമഭുജ സാമാന്തരികങ്ങൾ വെച്ച് വരയ്ക്കാനാണ്. ഡ്രോ എ റോംബസ് വിത്ത് ഈച്ച് പെയർ ഓഫ് ലെങ്ത് ഗിവൺ ബിലോ ഫോർ ദ ഡയഗണൽ കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ കണക്ക് തന്നെ നമുക്ക് നോക്കാം. നോക്കിയോ നിങ്ങളുടെ നമ്മളെ 111 പേജിലെ കണക്കാണ് കേട്ടോ. 111 പേജിലെ എക്സസൈസാണ്. ഒന്നാമത്തെ വികരണങ്ങളുടെ നീളം ചുവടെ പറഞ്ഞിരിക്കുന്നതായ സമഭുജ സാമാന്തരികങ്ങൾ വരയ്ക്കുക. ഒന്നാമത്തെ 6 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ അല്ലേ ഇതിൻ്റെ. അപ്പം നമ്മൾ എങ്ങനെയായിരിക്കും ഇത് വരയ്ക്കുന്നതെന്ന് നോക്കണേ, ശ്രദ്ധിച്ചിരുന്നോണം. ആ ഒരെണ്ണത്തിൽ തന്നെ 3 എണ്ണം ഉണ്ട് കേട്ടോ. നമുക്ക് ചെയ്യാം. ഒന്നാമത്തെ ഇതാണ് 6 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? 6 സെൻറ്റിമീറ്റർ നീളത്തിലൊരു വര വരയ്ക്കാം കേട്ടോ. സ്കെയിലിൽ 6 സെൻറ്റിമീറ്റർ നീളത്തിൽ 0 മുതലാണ് എടുക്കേണ്ടത് കേട്ടോ. 0 മുതൽ, ഇത് 0 0 മുതൽ 6 സെൻറ്റിമീറ്റർ വരെ കണ്ടോ. 6 സെൻറ്റിമീറ്റർ നീളത്തിൽ ഞാനൊരു വര വരച്ചു. മനസ്സിലാക്കണേ. ഇനിയും പറഞ്ഞിരിക്കുന്നത് ഏതാ? 4 സെൻറ്റിമീറ്റർ ആണ് മറ്റേ വശം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ വരയ്ക്കും കുഞ്ഞുങ്ങളെ? ഇതിനകത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബൈസെക്റ്റ് ചെയ്യാം അല്ലേ. എങ്ങനെയായിരിക്കും നമ്മൾ എടുക്കുന്നത്? ഇതിൻ്റെ നമ്മൾ ആദ്യത്തെ എല്ലാം പറഞ്ഞ പകുതിയിൽ കൂടുതൽ, ഇപ്പോൾ ഏകദേശം എന്ന് വെച്ചാൽ 6ൻ്റെ പകുതി 3 അപ്പോൾ ആ 3നേക്കാൾ കൂടുതൽ എടുക്കണം കേട്ടോ. ഒരു ഇച്ചിരി 1/4 ഭാഗത്തോളം, നമുക്കറിയാമല്ലോ 1/4 ഭാഗം ഇവിടെ വരുമെന്ന്. അപ്പോൾ അത് വെച്ചിട്ട് 2 സൈഡിലും, പിന്നെ നമ്മൾ കോമ്പസ് അനക്കല്ലേ 2 സൈഡിലും എന്താ, അതായത് ഇവിടെ വെച്ചിട്ട് മേളിലോട്ട് തന്നെ ഇവിടെ ഒരാർക്ക്, ഇവിടെ ഒരാർക്ക് കണ്ടോ. ഇനി ഇപ്പുറത്തും അതുപോലെ വെച്ചിട്ട് ഇപ്പുറത്തെ സൈഡിലെ ആ കറക്റ്റ് വലിയ ഇതിൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല കേട്ടോ. അപ്പോൾ അതങ്ങ് മാറും കണ്ടോ. നമ്മളിത് ആദ്യത്തെ 2 എണ്ണത്തിൽ പഠിച്ചതാണ്. ഇനി എന്ത് ചെയ്യുക? ആ 2 എണ്ണത്തിലും ചേർത്ത് കണ്ടോ, ആ 2 കുത്തിലും കറക്റ്റായിട്ടാണ് കണ്ടോ. ഈ കുത്തും കറക്റ്റായിട്ടായിരിക്കണം. എന്നിട്ട് അതിൽ നമ്മൾ എന്ത് ചെയ്യുക? ഒരു ലൈൻ വരയ്ക്കുക. ഫസ്റ്റ് നമ്മുടെ കഴിഞ്ഞു അല്ലേ. പെർപെൻഡിക്കുലർ ബൈസെക്റ്റ് വരച്ചു. ഓക്കെ ആണോ? ഇനി നമ്മളോട് പറഞ്ഞ എന്താണെന്നറിയോ? 4 സെൻറ്റിമീറ്റർ ആവും നിങ്ങളെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. എന്താ? ഇത് 6 സെൻറ്റിമീറ്റർ ആണ്. ഇത് 6 സെൻറ്റിമീറ്റർ എന്ന് വെച്ചാൽ എന്താണ്? ഇവിടെ നോക്കൂ നിങ്ങളെ, ഇത് നല്ലപോലെ മനസ്സിലാക്കണം. ഇത് അപ്പോൾ ഇവിടെ എത്രയാണ്? 3 സെൻറ്റിമീറ്റർ ഇവിടെയും വരും, 3 സെൻറ്റിമീറ്റർ ഇവിടെയും വരും അല്ലേ. 3 ഇനി എത്ര പറഞ്ഞേ? 4 പറഞ്ഞിരിക്കുന്നത്. ആ 4 എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണെന്നറിയോ? നമ്മൾ സ്കെയിലിൽ മുകളിലോട്ട് 2 വരണം എന്നുണ്ട്, മുകളിലോട്ടും 2 താഴോട്ടും 2, എങ്കിലെല്ലാം 2 2 4 ആവത്തുള്ളൂ. ഫുള്ളാണേ 4 കേട്ടോ, അല്ലാതെ ഒരു സൈഡിലോട്ട് മാത്രമല്ല, മൊത്തത്തിലാണ് 4 പറഞ്ഞത്. അപ്പം മേളിലോട്ട് 2ഉം താഴോട്ട് 2ഉം 2 4 കണ്ടോ. ഇവിടെ വരെ വരത്തുള്ളൂ. അത് കറക്റ്റായിട്ട് കുത്തിടണം കണ്ടോ. മനസ്സിലായോ? ഇനി എന്ത് ചെയ്യാന്നറിയോ? ഈ കുത്തിനെ തങ്ങളിൽ ഇങ്ങനെ കണ്ടോ, ഇവിടെ തങ്ങളിൽ യോജിപ്പിക്കുക. മനസ്സിലാക്കണേ. ഇട്ടിരിക്കുന്ന കുത്തുകൾ തങ്ങളിൽ യോജിപ്പിക്കുക. കണ്ടോ, ഇത്രയുള്ള സംഭവം. ഓക്കെ ആണോ? മനസ്സിലായേ? അതായത് ഓർത്തോണേ, 4 നമ്മളോട് ചോദിച്ചത്. അപ്പോൾ ഇവിടെയും 2 ഇവിടെയും 2 ആയിരിക്കണം.
6 നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ഇപ്പുറത്തോട്ട് 3 ഇപ്പുറത്തോട്ട് 3. ഓക്കെ ആണോ നിങ്ങളെ? ഇത്ര എഴുതണം കേട്ടോ. അങ്ങനെ എന്നെ എഴുതണേ. അടുത്ത നമ്മളോട് ചോദിച്ചത് 6.5 സെൻറ്റിമീറ്ററും, അതായത് 6.5 കേട്ടോ, 6.5 സെൻറ്റിമീറ്ററും പിന്നെ 4 സെൻറ്റിമീറ്ററും ഉള്ളത് വരയ്ക്കാൻ. രണ്ടാമത്തെ 6.5 സെൻറ്റിമീറ്ററും. അപ്പോൾ നമ്മൾ സ്കെയിലിൽ എന്തെടുക്കുക? 6.5 എടുക്കുക. സ്കെയിലിൽ 6.5, 0 മുതൽ 6.5 എന്ന് വെച്ചാൽ 6ൻ്റെയും 7ൻ്റെയും ഇടയ്ക്കുള്ള വലിയ വരയാണ് 6.5. 0.5 എന്ന് പറയുമ്പോൾ 6ൻ്റെയും 7ൻ്റെയും ഇടയ്ക്കുള്ള വലിയ വര. അപ്പോൾ നമ്മൾ അത് വരച്ചു. ഇനി നമ്മൾ ബൈസെക്റ്റ് ചെയ്യുന്ന മുമ്പ് പറഞ്ഞ പോലെ എന്താണ്? പകുതിയിൽ കൂടുതൽ വേണേ. ഇച്ചിരി ഇങ്ങോട്ട് ഇത്രയും കണ്ടോ? പകുതിയല്ല, പകുതിയിൽ കൂടുതൽ. എന്നിട്ട് എന്ത് ചെയ്യുക? കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ടേ. അത് മുമ്പ് അതേ ഇത് തന്നെ. ഇവിടെ വരുന്നു, ഇവിടെ ഒന്ന്. അതുപോലെ ഇപ്പുറത്ത് വെച്ചിട്ട് സ്കെയിൽ എടുക്കുക, ഇവിടെ വെക്കുക, ഇവിടെ വെക്കുക. എന്നിട്ട് രണ്ടും കൂടി യോജിപ്പിക്കുക. ഈ നണ്ടൂടെ കൂട്ടിമുട്ടിയതാണ് ഇവിടെ തന്നെ വരണം കേട്ടോ. എന്നിട്ട് അത് രണ്ടും കൂടി യോജിപ്പിക്കുക. ഓക്കെ, ഫസ്റ്റ് കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മൾ ഇനി മേളിലോട്ട് എത്ര കുഞ്ഞുങ്ങളെ? 4 അപ്പോൾ നമ്മളത് പറഞ്ഞായിരുന്നല്ലേ. 4 വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ എഴുതും? മുകളിലോട്ടും 2, താഴോട്ടും 2 കേട്ടോ. അത് മറക്കല്ലേ. അല്ലാതെ മേളിലോട്ട് മാത്രമല്ലേ, മുകളിലോട്ട്. അപ്പം 4 എടുക്കുമ്പോൾ 2ൻ്റെ 2 വെച്ചേക്കണം കേട്ടോ. 2 എന്ന് വെച്ചാൽ മുകളിലോട്ട് 1 മുതൽ 1 ഇങ്ങോട്ടും 2. അപ്പോൾ ഏകദേശം ഇവിടെ 4. ഇവിടെ ആർക്കും തെറ്റിപ്പോവില്ലേ കേട്ടോ. ഓക്കെ, അപ്പോൾ എവിടെയാണ് അത് നിന്നതെന്ന് വെച്ചാൽ അതിന് വരയ്ക്കുക. എവിടെയായിരുന്നു? ഇവിടുന്ന് ഇങ്ങോട്ട് അതായത് റോംബസാണ് നമ്മൾ വരയ്ക്കുന്നത് കേട്ടോ, റോംബസ്. അപ്പം ഇത് ഫുൾ എത്ര ആയിരുന്നു നിങ്ങളെ? 6.5 ആയിരുന്നു. 6.5 ഇത് മൊത്തത്തിൽ. മുകളിലോട്ട് എത്രയാണ്? 2, താഴോട്ടും 2, അപ്പം 4 കേട്ടോ. ഇനി അതിൻ്റെ ഒരെണ്ണം ഇവിടെ പറയുന്നുണ്ട്. 6 സെൻറ്റിമീറ്ററും ഇത്രയ്ക്കാവും നിങ്ങളെ, 6 സെൻറ്റിമീറ്ററും 4.5 സെൻറ്റിമീറ്ററും. ഈ 4.5 ഒക്കെ നമ്മൾ എങ്ങനെ വരയ്ക്കും അറിയാമോ? 4.5 നമ്മുടെ സ്കെയിലിൽ എടുക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? 4.5 വെച്ചിട്ട് അതിലും കുറച്ചുകൂടി എളുപ്പമായി. എങ്ങനെയാണെന്നറിയോ? ഈ 4.5 നിങ്ങൾക്ക് അങ്ങനെയും വരയ്ക്കാം കേട്ടോ. 4 എപ്പോഴും ഈ പോയിന്റ് വരുന്നത് ഫസ്റ്റ് അങ്ങ് വരയ്ക്കുക കേട്ടോ. അതുകൊണ്ട് ഇവിടെ നമുക്ക് പോയിന്റ് ഇല്ലായിരുന്നു, പക്ഷേ ഇവിടെയും പോയിന്റ് വന്നു. ഫസ്റ്റ് പോയിന്റ് വന്നു. അപ്പോൾ ആദ്യമേ അതങ്ങ് വരയ്ക്കാം കേട്ടോ. മനസ്സിലാക്കണേ. ആദ്യമേ 6.5. അപ്പം നമ്മൾ അതിനെ ഫസ്റ്റ് ലൈൻ അതങ്ങ് വരയ്ക്കുക കേട്ടോ. സ്കെയിലിൽ നമുക്ക് എടുക്കാം. മറ്റേതിനെന്താ? മുകളിലോട്ടും താപ്പോട്ടും പോകുന്ന 4 അപ്പോൾ നമുക്കറിയാം മുകളിൽ 2 താഴെ 2 വന്ന്. ഇവിടെ നോക്കിയാൽ 4.5 പകുതി എടുക്കാൻ നമുക്ക് പറ്റുമോ? 4.5 പകുതി ആകുമ്പോൾ എത്ര വരും? 2.25 വരും അല്ലേ. 2.25 4.5 എന്ന് പറയുന്നത് ഇല്ലയോ? അപ്പോൾ നമുക്കത് ബുദ്ധിമുട്ടായതുകൊണ്ട് നമുക്ക് ആ 4.5 താഴെ അങ്ങ് വരയ്ക്കാം കേട്ടോ. 4.5. അപ്പം നമുക്ക് സ്കെയിലെടുക്കുക. 4.5 എന്ന് വെച്ച് കഴിഞ്ഞാൽ 4ൻ്റെയും 5ൻ്റെയും ഇടയ്ക്കുള്ള വലിയ വരയാണ് 4.5. അപ്പം നമ്മൾ 1 വരച്ചു. 4.5. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അതിനെ നമ്മൾ പറഞ്ഞ രീതി ബൈസെക്റ്റ് ചെയ്യാം. നോക്കിക്കേ, പകുതിയിൽ കൂടുതൽ. ഇവിടെ എടുക്കുക. കറക്റ്റായിട്ട് കുത്തണം കേട്ടോ. ഇച്ചിരി സമയം എടുത്താലും വേണ്ടിയില്ല. നിങ്ങൾ സമാധാനത്തെ വരയ്ക്കണം കേട്ടോ. സ്കെയിലും പെൻസിലും നല്ലപോലെ പിടിക്കാനും ഒക്കെ അറിയണേ. ഇവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് ഇങ്ങോട്ട്. എന്നിട്ട് രണ്ടും കൂടെ എവിടെയാണോ ജോയിൻ ചെയ്ത് അതിനെ കൂട്ടി വരയ്ക്കും. ഇവിടാണ് വന്നത്. ഇതെത്ര? 4.5. അടുത്ത് നോക്കിയോ നിങ്ങൾ, 6 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ അത് നമുക്ക് പറ്റും അല്ലേ. 6 എന്ന് വെച്ചാൽ എന്താ? മേളിലോട്ട് 3 താഴോട്ട് 3 വെച്ചാൽ നമുക്ക് 6 പറ്റും അല്ലേ. മേളിലോട്ടൊരു 3 ഇവിടെ വരും. മേളിലോട്ടൊരു 3 താഴോട്ടൊരു 3 പോയാൽ 6 വരും. മനസ്സിലാക്കണേ എങ്ങനെയാണെന്ന്. അതായത് ഒന്ന് 6ഉം ഒന്ന് 4.5ഉമാണ്. ആ 4.5 നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇനി 6 എന്നുള്ളത് എന്താണ്? ഒരു സൈഡിലോട്ടല്ല, ഒരു സൈഡ് രണ്ടും കൂടെ 6 വേണ്ടത് കേട്ടോ. അപ്പം മുകളിലോട്ട് 3ഉം താഴോട്ട് 3ഉം 3 6. അപ്പം നമുക്ക് എവിടെ വരും? 1 മുതൽ 6 വരെ കേട്ടോ. അതായത് 3 മിഡ് പോയിന്റ് ഏതാ? 3 വരും അല്ലേ. അപ്പം നോക്കിക്കേ, ഇതെങ്ങനെ വരയ്ക്കും? ഇത് ഇങ്ങനെ
കണ്ടോ? ചരിച്ച് വെച്ച് നിങ്ങൾ നോക്കുമ്പോൾ കറക്റ്റ് സ്ക്വയർ തന്നെയല്ലേ വരുന്നത്. കണ്ടോ? സ്ക്വയർ. നമ്മളിപ്പോൾ ഈ വരച്ച പടങ്ങളെല്ലാം ഒന്ന് ചരിച്ച് പിടിച്ച് നോക്കിക്കേ. കണ്ടോ? നിങ്ങൾക്ക് അന്നേരം എന്താ സ്ക്വയറായിട്ട് തോന്നുന്നില്ലേ? ഇതാവും നിങ്ങളെ റോംബസിൻ്റെ ആദ്യത്തെ കണക്ക്. ഓക്കെ ആണോ? അടുത്ത രണ്ടാമത്തെ പടം നോക്കാം. രണ്ടാമത്തത് ചിത്രത്തിലൊരു ചതുരത്തിൻ്റെ വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് ഒരു ചതുർഭുജം വരച്ചിരിക്കുന്നു. ഈ ചതുർഭുജത്തിൻ്റെ വികരണങ്ങൾ ചതുരത്തിൻ്റെ വശങ്ങൾക്ക് സമാന്തരമാണോ? എന്തുകൊണ്ട്? ഈ ചതുർഭുജം സമഭുജ സാമാന്തരികമാണോ? എന്തുകൊണ്ട് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഇംഗ്ലീഷിൽ അപ്പോൾ എങ്ങനെ പറയാം നമുക്ക്? ഇംഗ്ലീഷിൽ രണ്ടാമത്തത് നോക്കൂ നിങ്ങൾ. ദ പിക്ചർ ഷോ ദ ക്വാഡ്രിലേറ്ററൽ ഫോംഡ് ബൈ ജോയിനിങ് ദ മിഡ് പോയിന്റ് ഓഫ് എ റെക്റ്റാങ്കിൾ ആർ ദ ഡയഗണൽ ഓഫ് ദ ക്വാഡ്രിലേറ്റർ പാരൽ ടു ദ സൈഡ് ഓഫ് ദ റെക്റ്റാങ്കിൾസ് വൈ. രണ്ട് ചോദ്യമാണ് അവരവിടെ ചോദിച്ചിരിക്കുന്നത്. നമുക്കതങ്ങ് ചെയ്യാമേ. അതായത് ഒന്നാമത്തെ ഇവിടെ ഒരു പടം തന്നിട്ടുണ്ട്, റഫായിട്ട് ഞാൻ ഒന്ന് വരച്ച് കാണിക്കുന്നുണ്ട്. നോക്കി, ഒരു ചതുരത്തിലാണ്, ഒരു ചതുരത്തിൻ്റെ ആവും ഞങ്ങൾ കേട്ടോ. ഒരു ചതുരത്തിൻ്റെ വശങ്ങളുടെ ഒരു ചതുരം വരയ്ക്കുക കേട്ടോ. ഞാനതൊന്ന് വരച്ച് കാണിക്കാം. നോക്കണേ, റഫായിട്ടൊരു ചതുരം കാണിക്കാം. ഇതൊരു ചതുരമാണ്. ചതുരത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഓപ്പോസിറ്റ് സൈഡ് എപ്പോഴും ഒരുപോലെ ആയിരിക്കും അല്ലേ? ഓപ്പോസിറ്റ് ഇപ്പോൾ ഇവിടെ ഒരു ഇതാണെങ്കിൽ ഇവിടെയും എന്താ അതുപോലെ വരണം കേട്ടോ. ചതുരം എന്ന് വെച്ചാൽ എന്താ? ഓപ്പോസിറ്റ് സൈഡ് എപ്പോഴും ഈക്വൽ ആയിരിക്കും. ആ ചതുരത്തിൻ്റെ വശങ്ങളുടെ മധ്യബിന്ദു, ഇവിടുത്തെ മധ്യബിന്ദു ഇതായിട്ട് ഇവിടെ ആയിട്ട് വരും, ഇതിൻ്റെ മധ്യം ഇവിടെ ആയിട്ട് വരും, ഇതിൻ്റെ മധ്യം ഇവിടെ ആയിട്ട് വരും, ഇത് കേന്ദ്രം ഇവിടെ ആയിട്ട് അല്ലേ? മധ്യബിന്ദു. ഇനി അവയെ തങ്ങളിൽ അങ്ങ് യോജിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അവയെ തങ്ങൾ യോജിപ്പിച്ച് കഴിഞ്ഞാണ്ട് ഇത് ഇവിടുന്ന് ഇങ്ങോട്ട്, പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട്, ഇവിടുന്ന് ഇങ്ങോട്ട്, ഇവിടുന്ന് ഇങ്ങോട്ട്. ഇതാണ് ഒരു പടം നമുക്ക് തന്നിരിക്കുന്നത്. മനസ്സിലാക്കണേ, ഇതാണ് നമുക്കൊരു പടം തന്നിരിക്കുന്നത്. ഇനി ഇതിൻ്റെ നമ്മളോട് ഒന്നാമത് ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ? ഇതിൻ്റെ വശങ്ങളുണ്ടല്ലോ, ഇനി ഓരോ വശങ്ങളും ചതുരത്തിൻ്റെ വികരണങ്ങൾ, ഇതിനകത്തിലെ വികരണങ്ങളുണ്ടോ? നമ്മളപ്പോൾ എന്ത് ചെയ്യണം? ഇതിനോരോ വികരണങ്ങൾ വരയ്ക്കാം. വികരണങ്ങൾ വരയ്ക്കാനല്ല, ചതുരത്തിൻ്റെ വികരണം ചതുരത്തിൻ്റെ വശങ്ങൾക്ക് സമാന്തരമാണോ എന്തുകൊണ്ടാണെന്നാണ് ഒന്നാമത് ചോദിച്ചേക്കുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ നമ്മുടെ ടെസ്റ്റിലെ പടം ഇതാണ് കേട്ടോ. അതിനകത്ത് ചോദിച്ചിരിക്കുന്നത് ഈ ചതുരത്തിൻ്റെ വികരണങ്ങൾ ചതുരത്തിൻ്റെ വശങ്ങൾക്ക് സമാന്തരമാണോ? അപ്പോൾ നോക്കൂ നിങ്ങൾ, ഇവിടുത്തെ നമുക്ക് തന്നിരിക്കുന്നുണ്ട് ഇവിടുന്ന് ഇങ്ങോട്ട് കണ്ടോ. ഇവിടുന്ന് അങ്ങോട്ടല്ല കേട്ടോ ഇതിൻ്റെ ഏട്ടാ വശങ്ങൾ. നേരത്തെ പറഞ്ഞ ചിത്രത്തിലൊരു ചതുരത്തിൻ്റെ വശങ്ങളുടെ മധ്യബിന്ദുക്കൾ കേട്ടോ. മധ്യബിന്ദു ഇതാണ്, അതായത് ചതുരത്തിൻ്റെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ചൊരു ചതുർഭുജമാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ചതുർഭുജം അതായത് ഈ റെക്റ്റാങ്കിൾ എന്ന് വെച്ചാൽ ഈ ചതുരത്തിൻ്റെ അല്ല ഡയഗണൽ നമ്മൾ വരച്ചേക്കുന്നത്. ഓർത്തോണേ, അല്ലാതെ നമ്മൾ എന്താ ഇവിടുന്ന് അല്ല എന്ന് നിങ്ങൾ ഉദ്ദേശിച്ചായിരുന്നു. അതുകൊണ്ട് ഇവിടുന്ന് ഇങ്ങോട്ടുമാണെന്ന് നിങ്ങൾക്ക് തോന്നിയോ നിങ്ങളെ? അല്ല, അത് ചതുരമാണ് അല്ലേ? അവിടെ ഒരു ചതുരമാണ് വരച്ചേക്കുന്നത്. ആ ചതുരത്തിൻ്റെ മിഡ് പോയിന്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് വരച്ചത്? ചതുർഭുജത്തിൻ്റെ വികരണങ്ങൾ ചതുരത്തിൻ്റെ വശങ്ങൾക്ക് സമാന്തരമാണോ എന്ന് നമ്മളോട് ചോദിച്ചേക്കുന്നത്. നമ്മൾ അതിൻ്റെയാണ് ഡയഗണൽ വരയ്ക്കേണ്ടത് കേട്ടോ. അതിനകത്ത് വരച്ചിരിക്കുന്ന കേട്ടോ, മനസ്സിലാക്കണേ. അത് അകത്തൊരെണ്ണം നമ്മൾ വരച്ചല്ലോ, മധ്യബിന്ദുക്കൾ തങ്ങൾ യോജിപ്പിച്ചപ്പോൾ അത് തങ്ങളിലാണ് ഡയഗണൽ വരയ്ക്കേണ്ടത്, വികരണം വരയ്ക്കേണ്ടത് കേട്ടോ. ഇനി ഇത് ഒരുപോലെയാണോ എന്ന് കാണിക്കാനാണ് നമ്മളോട് പറഞ്ഞിരുന്നത്. അപ്പോൾ നമുക്കിതിന് ഓരോ പേര് കൊടുക്കാം കേട്ടോ. നോക്കിക്കേ, നമ്മൾ ഫസ്റ്റ് നമുക്കിതിൻ്റെ എ ബി സി ഏത് പേര് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. നമുക്ക് സംഭവം മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു പടമാണ്. ഇങ്ങോട്ട് ഓർത്തോണ്ടോ കുഞ്ഞുങ്ങളെ, ഒന്നുകൂടെ ഞാൻ പറയാം. ഇതൊരു ചതുരം അല്ലേ? ചതുരമാണ്. ഈ ചതുരത്തിൻ്റെ മിഡ് പോയിന്റ് ഇത് നടുക്ക് ഈ മിഡ് പോയിന്റ് എന്ന് വെച്ചാൽ നടുക്കലത്തെ മധ്യബിന്ദു അല്ലേ? ഇവ തങ്ങളിൽ യോജിപ്പിച്ചപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട്, ഇവിടുന്ന് ഇങ്ങോട്ട്, ഇവിടുന്ന് ഇങ്ങോട്ട്, ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. അപ്പം നമുക്ക് ആ കിട്ടിയതിൻ്റെ ഡയഗണൽ അല്ലെങ്കിൽ വികരണമാണ് വരയ്ക്കേണ്ടത്. ഡയഗണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വശത്ത് നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് വശങ്ങളിലേക്ക് വരയ്ക്കുന്നുണ്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇനി ഇതിന് ഓരോ പേര് കൊടുക്കുക. ഇപ്പം പിടിയിട്ട് കാണുമല്ലോ, പേര് കൊടുത്തു. എ ബി സി ഡി എന്ന് പേര് കൊടുത്തു. ഇത്രയും ഓക്കെ ആണോ നിങ്ങളെ? ഇനി നമ്മൾ ഈ നടുക്ക് കിടക്കുന്ന ഈ വരയ്ക്ക് നമുക്ക് PR എന്നോ എന്ത് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. ഇത് തന്നെ ആവണമെന്നില്ല, മനസ്സിലാക്കുക എന്നുള്ള PR എന്ന് കൊടുക്കുക. മനസ്സിലായോ? ഇനി പറയുകയാണേ, ഞാൻ പറയാം, ഈ PR എന്ന വര നോക്കണേ കുഞ്ഞുങ്ങളെ, ഈ നടുക്കൂടെ കൊടുത്തേക്കുന്ന ഈ PR എന്ന വര
എന്താ എ ബിയിൽ നിന്നും നോട്ടെ എ ബിയിൽ നിന്നും ഈ പറഞ്ഞ സി ഡിയിൽ നിന്നും എന്താ ഒരേ അകലത്തിലല്ലേ, അല്ലയോ? നമ്മളെന്താ, കാരണം മിഡ് പോയിന്റ് മധ്യബിന്ദു അല്ലേ എടുത്തത് നടുക്കലത്തെ, അല്ലേ? ഈ ഒരു വരയുടെ മധ്യബിന്ദു അല്ലേ എടുത്തത്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടായാലും ഇവിടെ നിന്ന് അങ്ങോട്ടായാലും കേട്ടോ, മനസ്സിലാക്കണേ, ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഒരേപോലെയല്ലേ. അതുപോലെ തന്നെ എന്താ, ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഒരുപോലെയല്ലേ, അല്ലയോ? ഇവിടുന്ന് ഇങ്ങോട്ട് പോകുന്ന പോലെയല്ലേ ഇവിടുന്ന് ഇങ്ങോട്ടും പോകുന്നത്. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണേ കേട്ടോ. അത് ഇവിടെ ഈ ഒരു വര തന്നെയല്ലേ ഈ ഒരു വരയും, അല്ലയോ? ഈ വര പോലെ തന്നെയല്ലേ ഈ വരയും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരേപോലെ ഉള്ളത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ചോദിച്ചത്. എങ്ങനെ എഴുതാം? പി ആർ എന്ന വര നോക്കണേ നിങ്ങൾ, മനസ്സിലാക്കുക എന്നുള്ളതാണ് കേട്ടോ. പേരെന്തോ ആയിക്കോട്ടെ, നടുക്കൂടെ കൊടുത്ത ആ ഡയഗണലിൻ്റെ പേര് പി ആർ എന്നാണ്. അപ്പോൾ പി ആർ എന്ന വര ഏതൊക്കെയാ? എ ബിയിൽ നിന്നും സി ഡിയിൽ നിന്നും ഒരേ അകലത്തിലാണ് എന്ന വര. എ ബിയിൽ നിന്നും, മലയാളവും ഇംഗ്ലീഷ് തരാം കേട്ടോ, എ ബിയിൽ നിന്നും സി ഡിയിൽ നിന്നും, നോക്കിയേ മേലോട്ടും താഴോട്ടും നോക്കിയാൽ ഒരുപോലെ അല്ലേ, സി ഡിയിൽ നിന്നും ഒരേ അകലത്തിലാണ്. അപ്പം നമ്മൾ അതിനെ എങ്ങനെ പറയാം കുഞ്ഞുങ്ങളെ? എ ബി എന്ന് പറയുന്നതിൻ്റെ പാരലൽ ആണ്, സമാന്തരമാണ്. ആരാണ്? എ ബി പോലെ തന്നെ ആരാണ്? ഈ പി ആർ. അതിൻ്റെ പാരലാണ് പി ആർ. അതുപോലെ തന്നെ പാരലാണ് അല്ലേ, സമാന്തരമാണ് ആരാ? സി ഡി എന്ന് പറയുന്നത്. മനസ്സിലായോ? ഈ പേരെന്തെങ്കിലും നിങ്ങൾ എന്താ ഇട്ടെന്ന് വെച്ചാൽ അത് കൊടുക്കൂ കുഞ്ഞുങ്ങളെ. എ ബി എന്ന് പറയുന്നതിൻ്റെ അതുപോലെ തന്നെ സമാന്തരമാണ് അല്ലെ, പാരലാണ്. കാരണം പാരൽ എന്ന് വെച്ചാൽ എന്താ, ഇവരൊരു കാരണവശാലും കൂട്ടിമുട്ടത്തില്ല, കാരണം ഒരേ അളവിലല്ലേ പോയേക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെയാണ് എന്താ ഡി സി അല്ലെങ്കിൽ സി ഡി, തിരിച്ചിങ്ങനെ പറയാം, എങ്ങനെ വേണ്ടി നിങ്ങൾ പറഞ്ഞു. ഇനി അതിനൊരു ഡൗട്ട് വേണ്ട. എ ബിക്ക് എന്താ സമാന്തരം അല്ലേ, പാരലാണ് പി ആറിന് സമാന്തരമാവും നിങ്ങളെ സി ഡി. അതുപോലെ തന്നെ നമുക്ക് എന്താ ഇപ്പം ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇങ്ങോട്ടും പറയരുതോ, ഇങ്ങനെ മാത്രമേ പറയരുതോ എന്ന് നിങ്ങൾക്ക് ചോദിക്കരുതോ. എന്താ ഇങ്ങനെ മാത്രമേ ഉള്ളോ? അതെന്താ ഇങ്ങനെ പറയരുതോ, ഇല്ലയോ? അപ്പം അതങ്ങനെ എങ്ങനെ പറയാം? അതുപോലെ എ ഡി നോക്കിക്കേ, ഈ എ ഡി എന്ന് പറയുന്ന വര അല്ലേ, നമ്മൾ ഇതിനെന്താ പി, ഇവിടെ നിന്ന് ക്യൂ കൊടുക്കാം കുഞ്ഞെ, PQRS കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ പേരെന്താ? PQRS. ചതുരത്തിൻ്റെ പേജ് ABCD കേട്ടോ. അപ്പം എ ഡി എന്ന് പറയുന്ന പോലെയാണ് ആരാ? SQ എന്ന് പറയുന്നത് അല്ലേ, അതിന് പാരലാണ് SQ. അതുപോലെ തന്നെയാണ് ആരാ? CB അല്ലെ BC, ഓർഡർ അനുസരിച്ച് പറഞ്ഞു BC. ഇത്രയേ ഉള്ളൂ ഒന്നാമത്തെ. മനസ്സിലാക്കണേ. ഇംഗ്ലീഷ് മീഡിയക്കാരെങ്ങനെ പറയും കുഞ്ഞുങ്ങളെ? ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ എങ്ങനെ അപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത്? ഈ പറഞ്ഞ പോലെ ദ ലൈന് കേട്ടോ, അവരത് എങ്ങനെ എഴുതും? ദ ലൈൻ, ഏത് ലൈന്? PR അല്ലേ. അപ്പോൾ അവരെഴുതിക്കോണം എങ്ങനെയാ? ദ ലൈൻ ഫസ്റ്റിൻ്റെ കേട്ടോ, ദ ലൈൻ. ആ പടം നോക്കി വേണേ. ദ ലൈൻ PR എന്ന് പറയുന്ന വര ഈസ് അറ്റ് ഈക്വൽ ഡിസ്റ്റൻസ്, തുല്യമായ ദൂരമാണ് അല്ലേ, ഡിസ്റ്റൻസ് ആണ് ഫ്രം ദ ലൈൻ AB ആൻഡ് CD, AB ആൻഡ് CD അല്ലേ. പിന്നെയോ? സോ അതുകൊണ്ട് നമുക്ക് എങ്ങനെ പറയാം? നമ്മൾ ഈ പറഞ്ഞ തന്നെ കേട്ടോ. സോ ഇതങ്ങ് എഴുതിയാൽ മതി കേട്ടോ. അത് ഇംഗ്ലീഷിൽ തന്നെ അല്ലേ. ഇത് മനസ്സിലാക്കണേ. ഈ പടം കണ്ട് പടത്തിന് നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഇനി അത് ആലോചിച്ചിരിക്കേണ്ട. നമ്മൾ ചതുരത്തിലാണ് ഈ റോംബസ് വരച്ചിരിക്കുന്നത്. അതിൻ്റെ ചതുരത്തിൻ്റെ മിഡ് പോയിൻ്റ് അല്ലെ മധ്യബിന്ദു വെച്ചാണ് എഴുതിയേക്കുന്നത്. അതുകൊണ്ട് ഒരുപോലെ ഉള്ളത് സമാന്തരം, ഈ പാരലൽ എന്നുള്ളതിനാണ് ഈ വര ഇടുന്നത് കേട്ടോ. പാരലൽ അല്ലെങ്കിൽ സമാന്തരം എന്ന് പറയുന്നതിനാണ് ഈ വര ഇടുന്നത്. ഓക്കെ ആണോ നിങ്ങൾ? ഒന്നാമത്തെ. ഇനി അവർ അതിന് ആ ചോദ്യത്തിൽ തന്നെ ഒരു ചോദ്യം കൂടെ ചോദിച്ചിട്ടുണ്ട്. എന്തെന്നറിയോ? ഈസ് ദ ക്വാഡ്രിലേറ്റർ എ റോംബസ്. ഈ ക്വാഡ്രിലേറ്റർ കേട്ടോ, അവരങ്ങനെ ഒരു ചോദ്യമോട് അതിൻ്റെ തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. ഈ ചതുർഭുജം ഒരു സാമാന്തരികമാണോ? ഈ ചതുർഭുജം അല്ലേ, ചതുർഭുജം എന്ന് വെച്ചാൽ എന്താ? ഈ ക്വാഡ്രിലേറ്റർ, നമ്മൾ ഈ പറഞ്ഞ ഈ ക്വാഡ്രിലേറ്റർ ഒരു റോംബസ് ആണോ എന്ന്, ഇതിനകത്ത് തന്നിരിക്കുന്ന ഈ ഒരു നടുക്ക് കാണപ്പെടുന്ന അത് റോംബസ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ആണോ നിങ്ങളെ നോക്കാം. എന്താ? വികരണങ്ങൾ വശങ്ങൾക്ക് തുല്യവും, നോക്കിക്കേ അവിടുത്തെ വശങ്ങൾക്ക് തുല്യവും, പിന്നെ വികരണങ്ങൾ ഏതായതാണ്ടത്? ഈ വികരണങ്ങൾ
ഇവിടെ 2 വികരണങ്ങളുണ്ട് അല്ലേ. നോക്കണേ, ഈ വികരണങ്ങൾ ചതുരത്തിൻ്റെ വശങ്ങൾക്ക് തുല്യവുമാണ്, വശങ്ങൾക്ക് സമാന്തരവുമായതിനാൽ അവ പരസ്പരം പെർപെൻഡിക്കുലർ അല്ലേ, ബൈസെക്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ ചതുരം ഒരു സാമാന്തരികമാണ് കേട്ടോ. അതും കൂടെ അങ്ങ് എഴുതിക്കോ കുഞ്ഞുങ്ങളെ. രണ്ടാമത്തേത് എങ്ങനെ എഴുതാം? നമ്മുടെ ഈ വികരണങ്ങൾ, മലയാളംകാർ ഇത് എഴുതുക കേട്ടോ. വികിരണങ്ങളല്ല, എപ്പോഴും ഞാൻ വികിരണം എന്നാ, വികർണമാണ് കേട്ടോ. വികർണങ്ങൾ ചതുരത്തിനകത്തിലല്ലേ ഇത് വരച്ചേക്കുന്നത്, ചതുരത്തിൻ്റെ വശങ്ങൾക്ക് തുല്യവും, അതിൻ്റെ മധ്യബിന്ദു വെച്ചല്ലേ ഇത് വരച്ചേക്കുന്നത്, തുല്യവും വശങ്ങൾക്ക് സമാന്തരവും, പാരലാണ് അല്ലേ, സമാന്തരവും ആയതിനാൽ അവ പരസ്പരം ലംബസമഭാജികളായിരിക്കും. മനസ്സിലാക്കി വേണം കണക്ക് പഠിക്കാൻ, ചുമ്മാതെ എഴുതി വെക്കരുത് കേട്ടോ. അതുപോലെ തന്നെ മനസ്സിലാക്കി എഴുതണം. അപ്പോൾ നോക്കിയോ നിങ്ങളെ, വികരണങ്ങൾ ചതുരത്തിൻ്റെ വശങ്ങൾക്ക് തുല്യവും, ചതുരത്തിൻ്റെ വശങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർത്തോണേ ഇതൊരു ചതുരമായിരുന്നു. ചതുരത്തിൻ്റെ വശങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കി ഇവിടെ നിന്ന് ഇങ്ങോട്ടെടുത്തു, തുല്യം ഉണ്ട്, എല്ലാ നടുക്ക് വെച്ചായിട്ടല്ലേ, മധ്യബിന്ദു വെച്ചായെടുത്തേ അല്ലേ. അപ്പോൾ അങ്ങനെ ചതുരത്തിൻ്റെ വശങ്ങൾക്ക് തുല്യവും വശങ്ങൾക്ക് സമാന്തരവും ആയതിനാൽ അവ പരസ്പരം ലംബസമാജികളായിരിക്കും. അതിനാൽ ഈ ചതുരം എന്തായിരിക്കും? ഒരു സാമാന്തരികമാണ് കേട്ടോ. അതുകൊണ്ട് ഇതൊരു സാമാന്തരികമാണെന്ന് തന്നെ കേട്ടോ. പരസ്പരം ലംബസമഭാജികളായിരിക്കും. അതുകൊണ്ടാൽ ഈ ചതുരം ഒരു റോംബസ് ആയിരിക്കും കേട്ടോ. സമഭുജ സാമാന്തരികമായിരിക്കും. ഇതൊരു സാമാന്തരിക സമൂഹം അല്ലേ. ദ ഡയഗണൽസ് ഓഫ് എ ക്വാഡ്രിലേറ്റർ PQRS ആർ ഈക്വൽ ആൻഡ് പാരൽ ടു ദ സൈഡ്സ് ഓഫ് ദ റെക്ടാങ്കിൾസ്, സോ ദേ ആർ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് ഈച്ച് അതർ, ഹെൻസ് PQRS ഈസ് റോംബസ് കേട്ടോ. ഇത് ഞാൻ ഈ പറഞ്ഞ നിങ്ങൾ ഈ പടം കണ്ടാൽ മതി നിങ്ങളെ. ഞാൻ ഈ പിന്നെയും ഇതൊരു ഇതായിട്ട് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ പേര് തന്നെ കൊടുക്കണമെന്നില്ല, നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ചോദ്യം ഇത്രയേ ഉള്ളൂ നിങ്ങളെ. ഇതൊരു റെക്റ്റാങ്കിൾ ആണ് തന്നിരിക്കുന്നത് നമുക്ക് അല്ലേ. ഈ റെക്റ്റാങ്കിളിനകത്തെ മധ്യബിന്ദു അല്ലെങ്കിൽ മിഡ് പോയിന്റിലാണ് നമ്മൾ ഈ കുത്തിട്ടിട്ട് ഒരു വരച്ചത്. ഇത് റോംബസ് ആണോ എന്ന് നമ്മളോട് കണ്ടുപിടിക്കാനാണ് കേട്ടോ. അപ്പം നമുക്ക് നോക്കിക്കുക, ഇങ്ങോട്ട് AB കൂട്ട് തന്നെയാണ് PR-ൻ്റെ കൂട്ട് തന്നെയാണ് DC എന്നൊക്കെ നമ്മൾ കണ്ടുപിടിച്ചു. അതുപോലെ തന്നെയാണ് AD പോലെ തന്നെയാണ് QS, അതുപോലെ തന്നെ BC എന്നൊക്കെ നമ്മളിവിടെ കണ്ടുപിടിച്ചു അല്ലേ. ഇനി അവർ ചോദിച്ചത് ഇത് റോംബസ് തന്നെയാണോ എന്നാണ് നമ്മളോട് ചോദിച്ചത്. അതെ, റോംബസ് തന്നെയാണ് കേട്ടോ. അതിൻ്റെ രണ്ടാമത്തെയാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. ഇത് ഇംഗ്ലീഷ് മീഡിയക്കാർ ഇംഗ്ലീഷും മലയാളം മീഡിയക്കാർ മലയാളവും എഴുതിയെടുക്കണേ. അപ്പോൾ അടുത്ത 3-ാമത്തെ കണക്ക് തൊട്ട് നമുക്ക് പാർട്ട് 4 ഇടാം കുഞ്ഞുങ്ങളെ. ഇത് ഇച്ചിരി വലിയ കണക്കായത്, ഇച്ചിരി വലുതായിട്ടല്ല, ഒരു വെറൈറ്റി ആയതുകൊണ്ടാണ് ഇത് ഇച്ചിരി തോനെ സമയം എടുത്ത് ചെയ്തത് കേട്ടോ. അപ്പം വൃത്തിയായിട്ട് എഴുതിയെടുക്കണേ. താങ്ക് യു.